ഓം സായിറാം. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ സായി ദർശനം എന്നുള്ള ബുക്കിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം കേട്ടോ. ഓർക്കുക, നീ പുറകെ ഓടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറകെ പോകാറില്ല. ഒരിക്കൽ നീ എൻ്റെ സംരക്ഷണത്തിലായാൽ നിനക്ക് ആവശ്യമെന്തോ അതുമാത്രമേ ഞാൻ നൽകുകയുള്ളൂ. നീ നിരാശപ്പെടാം, അക്ഷമയാകാം, എന്നോടുള്ള വിശ്വാസം പോലും ഉലഞ്ഞു പോകാം. അതൊന്നും എന്നിൽ പ്രഭാവം ഉണ്ടാക്കുന്നില്ല. നിൻ്റെ മാതാവാണ് ഞാൻ. നിൻ്റെ വിഡ്ഢിത്തങ്ങളെ ഞാൻ പ്രേരിപ്പിക്കില്ല. വിലപിടിപ്പുള്ള കളിപ്പാട്ടം മാതാവ് കുഞ്ഞിന് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് ആദ്യമെല്ലാം കരയും. ആജീവനാന്തം കുഞ്ഞ് മാതാവിനോട് കോപിച്ചു കഴിയുമോ? അതുപോലെ നിനക്കും എന്നോട് വളരെ നാൾ കോപിച്ചിരിക്കാൻ കഴിയില്ല. എൻ്റെ സ്നേഹം നിന്നെ എന്നോട് ബന്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നിൻ്റെ ആവശ്യവും. നിങ്ങൾ മാതാപിതാക്കന്മാരാകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സമസ്ത പ്രേമവും സുരക്ഷയും നൽകും. നിങ്ങളുടെ സമസ്ത ജ്ഞാനവും ജീവിതത്തെക്കുറിച്ചുള്ള അവബോധവും അവർക്ക് പ്രദാനം ചെയ്യും. അവർ വളരുമ്പോൾ നീ നൽകിയ ഈ വിദ്യാഭ്യാസം മുഖേന അവരുടെ സ്വഭാവം മെച്ചപ്പെടുന്നുവെന്ന് നീ ആശിക്കുന്നു. പക്ഷേ നിൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം അവർ ഉയരാത്തപ്പോൾ നിരാശയും വേദനയും നിന്നെ ഭരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവർ നിൻ്റെ വാക്കുകളുടെ ആഴവും മഹത്വവും മനസ്സിലാക്കി അവരുടെ പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുമെന്നും നീ പ്രതീക്ഷിക്കുന്നു. നിൻ്റെ മാതാവും പിതാവും ഞാൻ തന്നെയാണ്. നിൻ്റെ പരാജയങ്ങൾ ഞാൻ ശുഭപ്രതീക്ഷയോടെ നേരിടുന്നു. ഒരു ദിവസം നീ എൻ്റെ വാക്കുകളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും നിൻ്റെ മാനുഷിക വികാരങ്ങൾക്കതീതമായി നീ ദിവ്യത്വം നേടുകയും ചെയ്യും. ഓം സായിറാം.